ഹലോ മക്കളെ, നമ്മൾ ഇന്ന് എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലുള്ള ചാപ്റ്റർ 1ലുള്ള ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് പഠിച്ചില്ലേ. കനകച്ചിലങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്ത് അവസാന ഭാഗമാണ് നിറങ്ങളുടെ നൃത്തം. അതായത് കാനനോത്സവത്തെ പറ്റിയാണല്ലോ നാം ഇതുവരെ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ കാനനോത്സവത്തിനെ പറ്റിയുള്ള ക്ലാസ് അല്ലേ. നിങ്ങളുടെ നാട്ടിലും പലതരം കലാരൂപങ്ങളുണ്ടല്ലോ. ഏതെല്ലാമാണവ? തെയ്യം, തിറ ഒക്കെ പോലെ അല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ലേ. അതൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങളവ കണ്ടിട്ടുണ്ടോ? ടീച്ചർക്കും മുതിർന്നവർക്കും ഒപ്പം അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കണ്ട കലാരൂപങ്ങളുടെ ചിത്രം വരയ്ക്കൂ. ഇപ്പോൾ ടീച്ചർ ക്ലാസ്സിൽ ചിലപ്പം കാണിച്ചു തരാൻ മതി കേട്ടോ. അപ്പം നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അവയുടെ ചിത്രം വരയ്ക്കുക. കലാരംഗത്തുള്ളവരുമായി സംസാരിക്കുക. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ കലാരംഗത്തുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുക. ഓരോ നാട്ടിലും കലാരൂപങ്ങളുണ്ട്. ഇവയുടെ മുഖത്തെഴുത്തും ചമയങ്ങളും ഒരുപോലെയല്ല. വാദ്യോപകരണങ്ങളിലും മാറ്റമുണ്ട്. പാട്ടുകളിലും അവതരണ രീതിയിലും മാറ്റം കാണാം. അപ്പോൾ ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കലാരൂപങ്ങളാണിവ. കഥകളി ഉണ്ട്, അതുപോലെ തന്നെ പടയണി ഉണ്ട് അല്ലേ. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? കഥകളിയും പടയണിയും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ്. അപ്പം നമുക്ക് ആദ്യം വ്യത്യാസങ്ങളൊന്ന് എഴുതി നോക്കാം. ആദ്യം വ്യത്യാസത്തിൽ കഥകളിയുടേത് എഴുതാം. ഒന്നാമത്തത് കിരീടം, മരം കൊണ്ട് നിർമ്മിച്ച കിരീടം, പല നിറത്തിലുള്ള വസ്ത്രങ്ങളാണ്, ധാരാളം ആഭരണങ്ങൾ ധരിക്കുന്നുണ്ട്. പിന്നെ നിലവിളക്കിന് മുന്നിൽ നിന്നാണ് കളിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും കളിക്കാം. 6 വേഷങ്ങളാണ്. പിന്നെ മദ്ദളം, ചേങ്ങില, ഇലത്താളം, ഇടയ്ക്ക, ശംഖ്, ഇത്രയുമാണ് വാദ്യോപകരണങ്ങൾ. ഈ വ്യത്യാസത്തിൽ പടയണിയുടേത് നോക്കാം. വലിയ കിരീടമാണ്, പാള കൊണ്ടുള്ള കിരീടം, കുരുത്തോല കൊണ്ടുള്ള ആഭരണങ്ങളാണ്, പലതരം നിറങ്ങൾ, നിലവിളക്ക് ഇല്ല, വർഷത്തിൽ ഒരു തവണ മാത്രമാണ് കളിക്കുന്നത്, നിരവധി കോലങ്ങളുണ്ട്. പിന്നെ തപ്പ്, കൈമണി, ചെണ്ട, ഇവയാണ് വാദ്യോപകരണങ്ങൾ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കാഴ്ചയിൽ 2 കലാരൂപങ്ങളും തമ്മിൽ എന്തെല്ലാം സാമ്യങ്ങളാണുള്ളത്? സാമ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപോലെ എന്തെല്ലാം ആണ് ഉള്ളതെന്ന്. അപ്പം നമുക്ക് എഴുതി നോക്കാം. സാമ്യത്തിൽ ഒന്നാമത്തേത് 2 കലാരൂപങ്ങളും ചടുലതയോടെയാണ് അവതരണം. പിന്നെയോ 2ലും ആഭരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 2ലും 2 തരത്തിലുള്ള കിരീടം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 2ലും പല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സാമ്യവും വ്യത്യാസവും പട്ടികപ്പെടുത്തി എഴുതി നോക്കൂ എന്നാണ് 3ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയത് തന്നെ നിങ്ങൾ പട്ടികയാക്കിയിട്ട് എഴുതുക കേട്ടോ. പിന്നെ മിക്ക കലാരൂപങ്ങളുടെയും അവതരണത്തോടൊപ്പം ചില പാട്ടുകൾ പിന്നണിയിലുണ്ടാവും. പാട്ട് പാടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളിൽ ഒന്നാണ് ഏത്? തുള്ളൽ. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് അല്ലേ. തുള്ളൽ പാട്ടുകൾ നല്ല കവിതകളുമാണ്. താഴെ തന്നിരിക്കുന്ന തുള്ളൽ പാട്ട് താളത്തിൽ ചൊല്ലൂ. പടയുടെ കെടുതി. ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി, നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി, കണ്ടച്ചാരുടെ മുണ്ടും പോയി, ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി, കേളച്ചാരുടെ വാളും പോയി, കാളന്നായുടെ ചങ്ങല പോയി, ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരിക കളഞ്ഞോടിപ്പോന്നു, കോന്തിച്ചേട്ടനു കുന്തം പോയി, കോന്തിക്കവനുടെ കൊടുവാൾ പോയി, ചേമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചെങ്ങാതിക്കൊരു തൂമ്പ പോയി എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാം പടപിരിയുമ്പോൾ. വരികൾ കുഞ്ചൻ നമ്പ്യാർ എഴുതിയതാണ്. അടുത്തതായിട്ട് ഇവിടെ തുള്ളൽ കവിതയിലുള്ള കുറച്ച് വാക്കുകളും അതിൻ്റെ അർത്ഥവും തന്നിട്ടുണ്ട്. കൊടുവാൾ, വെട്ടുന്നതിനുള്ള ആയുധം. തൂമ്പ എന്ന് പറഞ്ഞാൽ മണ്ണിൽ കിളയ്ക്കാനുള്ള ഉപകരണം. ദൂഷണ വാക്കുകൾ എന്നാൽ എന്താണ്? കുറ്റപ്പെടുത്തി പറയുന്ന വാക്കുകളാണ്. പട എന്ന് പറഞ്ഞാൽ യുദ്ധമാണ് അല്ലേ. അപ്പോൾ ഈ കവിതാഭാഗത്ത് എന്താണ് പറയുന്നത്? ഒരു യുദ്ധത്തെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ് അല്ലേ. അപ്പോൾ യുദ്ധത്തിൽ ഓരോ ആളുകൾക്കും ഓരോ സാധനങ്ങൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ലാസ്റ്റ് എന്താണ് പറയുന്നത്? യുദ്ധം കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ദൂഷണ വാക്കുകൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. അത് പോയി ഇത് പോയി എന്നുള്ളത് കേൾക്കാൻ ചാൻസ് ഉണ്ട് എന്ന് നല്ല നർമ്മത്തിലൂടെ, നർമ്മം എന്ന് പറഞ്ഞാൽ ചിരിക്കാനുള്ള അല്ലേ, ഒരു
പിന്നെ കോമഡിയിലൂടെ പറയാണ് ആര്, കുഞ്ചൻ നമ്പ്യാർ. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ കവിതാഭാഗം വായിക്കുമ്പോൾ ഒരു ചിരി വിടരുന്നില്ലേ? കാരണങ്ങൾ എന്തൊക്കെയാവാം? തമാശ കലർന്ന രീതിയിൽ സംഭവങ്ങൾ വർണ്ണിക്കുന്നത് കൊണ്ടാണ് ചിരി വരുന്നത് അല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് രസം പകരുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിൽ കണ്ടെത്താനായത്? യുദ്ധത്തിൽ ഓരോരുത്തർക്കും അവർക്ക് പ്രിയപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. അത് നർമ്മത്തോടെ കവിതയിൽ പറയുന്നു. ഓരോരുത്തരുടെ പേരും നഷ്ടപ്പെട്ട സാധനങ്ങളും തമ്മിൽ പേരിൽ സാമ്യമുണ്ട് അല്ലേ? ഇട്ടിപ്പെണ്ണ്, കട്ടില്, കോന്തിച്ചേട്ടൻ, കുന്തം, കണ്ടച്ചാർ, മുണ്ട് ഇതെല്ലാം വായിക്കുമ്പോൾ എന്താണ്, ഒരു രസമാണ് അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പട അഥവാ യുദ്ധമുണ്ടായാൽ പലർക്കും പലതും നഷ്ടപ്പെടും. എന്തെല്ലാം നഷ്ടങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഓരോരുത്തർക്കും ഓരോ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? കട്ടില്, പെട്ടി, മുണ്ട്, ചെണ്ട, വാള്, ചങ്ങല, ചുരിക, കുന്തം, കൊടുവാള്, തൂമ്പ തുടങ്ങിയവ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇത് പഴയ കാലത്തെ കഥ. ഇക്കാലത്താണ് യുദ്ധമുണ്ടാവുന്നതെങ്കിലോ നമുക്ക് എന്തെല്ലാം നഷ്ടപ്പെടാനിടയുണ്ട്? എഴുതി നോക്കൂ. അവയെ തുള്ളൽ പാട്ടിൻ്റെ രീതിയിലാക്കി മാറ്റൂ. പണ്ടത്തെ കാലത്താണല്ലേ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത്. ഇപ്പോഴാണെങ്കിൽ എന്തൊക്കെ നഷ്ടപ്പെടും? നമ്മുടെ നാട്ടിലൊരു അപകടം ഉണ്ടായാൽ എന്തൊക്കെ നഷ്ടപ്പെടും? വാഹനങ്ങൾ, വീട്, വളർത്തുമൃഗങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ നഷ്ടപ്പെടും. പിന്നെയോ വലുതായിട്ട് നോക്കുകയാണെങ്കിൽ റോഡ്, കെട്ടിടങ്ങൾ, സ്കൂളുകൾ, കൃഷിസ്ഥലങ്ങൾ എന്നിവയെല്ലാം നശിക്കപ്പെടാനും സാധ്യതയുണ്ട് അല്ലേ? ഇനി ഇതൊരു പാട്ടാക്കിയിട്ട് എഴുതി നോക്കിയാലോ? പൊടുന്നനെ വന്ന യുദ്ധം മൂലം പലവിധ നഷ്ടങ്ങളുണ്ടായല്ലോ. വീട് പോയി, റോഡ് പോയി, കൃഷിസ്ഥലങ്ങളും സ്കൂളുകളും പോയി, വളർത്തുമൃഗങ്ങളും വസ്ത്രങ്ങളും നഷ്ടപ്പെട്ടവർ ഒരു ഭാഗത്ത്, വാഴത്തോട്ടം, തെങ്ങിൻ തോട്ടം, റബ്ബറിൻ തോട്ടം എല്ലാം പോയി. പെട്ടെന്നുള്ളൊരു യുദ്ധം മൂലം നഷ്ടം മാത്രം ബാക്കിയായി. തുള്ളൽ 3 രീതിയിലുണ്ട്. ഓട്ടം തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ. അപ്പോൾ അതിൻ്റെ ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തോടു കൂടി കനകച്ചിലങ്ക എന്ന 1ാമത്തെ പാഠം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ മക്കൾക്ക് ഇതുവരെയുള്ള ക്ലാസ്സൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.